അടുത്ത ഹീറ്റ്സിലേക്ക് എത്തുകയാണോ BBC പുന്നമടയുടെ ചമ്പക്കുളം ചുണ്ടൻ ഇതാ കുതിച്ചു വരുന്നു. 3-ാം നമ്പർ അത് ചമ്പക്കുളം ചുണ്ടനാണ്. ചമ്പക്കുളൻ അടിച്ചു കയറി വാ. ചമ്പക്കുളത്തിന് പുറത്ത് ശ്രീവിനായകൻ ചമ്പക്കുളം അടിച്ചു കയറി വാ. കഴിഞ്ഞ തവണത്തെ നെഹ്റു ട്രോഫി മത്സരത്തിൽ 2ാം സ്ഥാനത്തെത്തിയ ചമ്പക്കുളം തന്നെയാണ് 2ാം ഹീറ്റ്സ് മത്സരത്തിൽ ഇപ്പോൾ വളരെ 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 ആധികാരികമായി മുന്നോട്ട് പോകുന്നതെന്ന് കാണാം. ശ്രീവിനായകൻ ഒട്ടും പിന്നുമല്ല. ജവഹർ തായങ്കരി ചമ്പക്കുളം മുന്നിൽ ശ്രീവിനായകനെയും ജവഹർ തായങ്കരെയും ഉണ്ണിസാറിന്റെ ശ്രീവിനായകനെയും ജവഹർ തായങ്കരെയും കെട്ടുകെട്ടിച്ച് ചമ്പക്കുളം അടിച്ച് കയറി വാ. ചമ്പക്കുളം കഴിഞ്ഞ തവണ സുജിയ കഴിഞ്ഞ നെഹ്റു ട്രോഫി മത്സരത്തിൽ മില്ലി സെക്കൻഡുകളുടെ രണ്ടാം സ്ഥാനത്ത് സെന്റ് ജോർജ്. നോക്കൂ, വള്ളപ്പാടകലയുടെ ചമ്പക്കുളം കുതിച്ചു വരുന്നത് കണ്ടോ ഉണ്ണിസാർ. തൊട്ട് പിന്നാലെയുണ്ട് സെന്റ് ജോസഫ് ബോട്ട് ക്ലബ് കായൽപ്പുറത്തിന്റെ സെന്റ് ജോർജ് ഇതാ കുതിച്ചു വരുന്നു. പുന്നമടയിലെ തുഴപ്പോരിൽ നോക്കൂ പ്രേക്ഷകരെ, ചമ്പക്കുളം ചുണ്ടൻ പുന്നമടയുടെ ഓളങ്ങളെ കീറി മുറിച്ചതാ. ചമ്പക്കുളത്തിന്റെ വെഞ്ചാവരം വീശിയുള്ള വരവ് കണ്ടോ. സെന്റ് ജോർജും ജവഹർ തായങ്കരിയും 2ാം സ്ഥാനത്തിനായി മത്സരിക്കുന്നു. ശ്രീവിനായകൻ 3ാമതാണിപ്പോൾ. നോക്കൂ, 1ാം സ്ഥാനത്ത് ആരെത്തും? ശ്രീവിനായകനോ, ചമ്പക്കുളമോ, സെന്റ് ജോർജോ, ജവഹർ തായങ്കരിയോ? ചമ്പക്കുളം വളരെ മുന്നിലാണ് എന്നാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ദൃശ്യങ്ങൾ പറയുന്നത് ചമ്പക്കുളം ഇതാ ഒരു വള്ളപ്പാടിന് മുന്നിലാണ്. അപ്പോൾ ചമ്പക്കുളം തന്നെയായിരിക്കണം ഈ പറയുന്ന ഹീറ്റ്സ് മത്സരത്തിൽ 1ാമത് എത്തേണ്ടത്. ഇനി അവസാന ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു അട്ടിമറി ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. ആവേശത്തോടുകൂടിയുള്ള തുഴയെറിച്ചിലാണ് നടക്കുന്നത്. വളരെ മുന്നിലാണ് ചമ്പക്കുളം ഇത് ആഞ്ഞ് കയറി വരികയാണ്. ചമ്പക്കുളം മുന്നിലാണ്. ചമ്പക്കുളം ഇത് ആഞ്ഞ് കയറി വരുന്നു. നോക്കൂ, ഈ ദൃശ്യങ്ങൾ വളരെ കൃത്യമാണ്. 2ാം ഹീറ്റ്സ് ഞങ്ങൾ ഇങ്ങെടുത്തു. ചമ്പക്കുളം ചുണ്ടനിതാ വരുന്നു. കാണൂ പ്രേക്ഷകരെ, BBC പുന്നമട അത്ലറ്റിക്കോ ഡി ആലപ്പി ഇവർ ഇറക്കുന്ന ചമ്പക്കുളം ചുണ്ടനിതാ തുഴഞ്ഞ് കയറി വരുന്നു. ആ ഒരു മെയ് വഴക്കത്തോടെ നോക്കൂ, പുഴയുടെ കായലിന്റെ വിരിമാറിലതാ വെഞ്ചാവരം വീശുന്നത് പോലെ തുഴത്താളമിട്ടിതാ ചമ്പക്കുളം ചുണ്ടൻ 2ാം ഹീറ്റ്സിംഗ് എടുക്കുന്നു. ചമ്പക്കുളം ചുണ്ടൻ 2ാം ഹീറ്റ്സിൽ ചമ്പക്കുളം ചുണ്ടൻ. BBC പുന്നമട പുന്നമട കായലിൽ പുന്നമടക്കാരന്റെ വള്ളത്തിന് മതി സമ്മാനം. ചമ്പക്കുളം ചുണ്ടൻ ഇതാ കയറി വരുന്നു. ബാക്കിയുള്ളവരൊക്കെ ബഹുദൂരം പിന്നിലാണ്. ചമ്പക്കുളം ചുണ്ടൻ BBC പുന്നമട അത്ലറ്റിക്കോ ഡി ആലപ്പി ഇറക്കുന്ന ചമ്പക്കുളം ചുണ്ടന്റെ മിന്നുന്ന പ്രകടനം 2ാമത്തെ ഹീറ്റ്സിൽ. ഉണ്ണിസാർ, 2ാമത്തെ ഹീറ്റ്സിലെ മത്സരം കഴിയുമ്പോൾ ചമ്പക്കുളം 1ാം സ്ഥാനത്തെത്തി ഫിനിഷ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആനാരി പുത്തൻചുണ്ടനും ചമ്പക്കുളവും 2 വള്ളങ്ങൾ 2 ഹീറ്റ്സിൽ 1ാമതെത്തിയിരിക്കുന്നു. 2ാം സ്ഥാനത്തിന് വേണ്ടിയായിരുന്നു യഥാർത്ഥത്തിൽ വലിയ പോരാട്ടം ഈ 2ാം ഹീറ്റ്സിൽ നടന്നതെന്ന് പറയാം. അങ്ങനെ നോക്കൂ, ചമ്പക്കുളം ഇങ്ങനെ ആവേശം കൊണ്ട് അവസാനിച്ചിട്ടില്ല കേട്ടോ. അവരങ്ങനെ മുന്നിലോട്ട് തുഴഞ്ഞു പോവുകയാണ്. അവർ ഈ പറയുന്ന എല്ലാ കാണികളുടെയും ആവേശം ഏറ്റുവാങ്ങിക്കൊണ്ട് 2ാം ഹീറ്റ്സിൽ ചമ്പക്കുളം ഇതാ മുന്നിലെത്തിയിരിക്കുന്നു. ജവഹർ തായങ്കരിയും 2ാം സ്ഥാനത്തിനായി പോരാടുന്നു. സെന്റ് ജോർജും ജവഹർ തായങ്കരിയും 2ാം സ്ഥാനത്തിനായി പോരാടുന്നു. ശ്രീവിനായകൻ ബഹുദൂരം പിന്നിലാണ്. നോക്കൂ, ചമ്പക്കുളം ചുണ്ടൻ BBC പുന്നമട ആൻഡ് അത്ലറ്റിക്കോ ഡി ആലപ്പിയുടെ ചമ്പക്കുളം ചുണ്ടന്റെ കുതിച്ചുവരവിന് തടയിടാൻ കഴിയില്ല. ജവഹർ തായങ്കരിയുടെ പഴമയുടെ കരുത്തിന്, ശ്രീവിനായകന്റെ പാരമ്പര്യത്തിന്, അതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് BBC പുന്നമട ആൻഡ് അത്ലറ്റിക്കോ ഡി ആലപ്പിയുടെ ചമ്പക്കുളം ചുണ്ടൻ. ഉണ്ണിസാർ, ആനാരി പുത്തൻചുണ്ടനും ചമ്പക്കുളം ചുണ്ടനും നടന്ന 2 ഹീറ്റ്സുകളിലും 1ാമതെത്തിക്കൊണ്ട് അവരുടെ ആധികാരികമായ വിജയം ഉറപ്പിച്ചിട്ടുണ്ട്. 2 വിജയവും ആധികാരികമാണ് സുജയ. കാരണം നോക്കൂ, വള്ളപ്പാടിന് അകലെയാണ് 1ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഒരു മത്സരം തന്നെ 1ാം സ്ഥാനത്തിന് വേണ്ടി ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. ഈ 2 ഹീറ്റ്സിലും ആനാരി പുത്തൻചുണ്ടനും ചമ്പക്കുളവും വള്ളപ്പാടുകൾക്ക് അകലെയാണ് തങ്ങളുടെ എതിരാളികളെ തോൽപ്പിച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ആവേശത്തിന്റെ തുഴപ്പോരാട്ടം തുടരുമ്പോൾ 3ാം ഹീറ്റ്സിൽ ആരൊക്കെയാണ് മത്സരിക്കാൻ പോകുന്നത്? 3ാമത്തെ ഹീറ്റ്സിലെ വള്ളങ്ങളെ കുറിച്ച് നോക്കാം. ചമ്പക്കുളത്തിന്റെ സൂപ്പർ ഫിനിഷ്. 3 വള്ളപ്പാടകലെ, 3 വള്ളപ്പാടകലെ ചമ്പക്കുളം ചുണ്ടന്റെ ആധികാരികമായ ഫിനിഷ്. ഇത് ഫോട്ടോ ഫിനിഷ് അല്ല, ഇത് ഉണ്ണിസാറിന്റെ ഇൻഫ്രാറെഡ് ഫിനിഷ് അല്ല. ചമ്പക്കുളത്തിന്റെ കുതിപ്പ്, മിന്നുന്ന കുതിപ്പ്. പടപ്പുറപ്പാടിൽ കായൽ യുദ്ധത്തിൽ നമ്മുടെ ചമ്പക്കുളം ചുണ്ടൻ ഇതാ കയറി വന്നു കഴിഞ്ഞു. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ചമ്പക്കുളം ചുണ്ടൻ. പുന്നമട ബോട്ട് ക്ലബ്ബാണ് ചമ്പക്കുളം ചുണ്ടൻ തുഴഞ്ഞത്. പുന്നമട കായലിനെ കൈവെള്ളയിലെ വെള്ളം പോലെ എന്നായി അറിയാവുന്ന പുന്നമടയിലെ ബോട്ട് ക്ലബ്ബിലെ തുഴച്ചിലുകാരാണ്, മിടുമിടുക്കന്മാരായ തുഴച്ചിലുകാരാണ് ചമ്പക്കുളത്തും തുഴഞ്ഞത്. ഒരു സംശയവും വേണ്ട, അവർക്ക് ആ ട്രാക്കിലുള്ള ആധിപത്യം എന്ന് പറയുന്നത് ചെറുതല്ല.
പുന്നമടക്കാരുടെ ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ പുന്നമടക്കാരുടെ വള്ളമായ ചമ്പക്കുളം ചുണ്ടൻ രണ്ടാം ഹീറ്റ്സിൽ ആധികാരികമായ വിജയം. 2-3 വള്ളപ്പാടുകൾക്ക് മുന്നിൽ ആധികാരികമായ വിജയമാണ് നേടിയിരിക്കുന്നത്. അപ്പോൾ ആവേശം ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. നമുക്കിപ്പോൾ ആരാണ് ഫൈനലിലേക്ക് വരിക എന്നതിനെക്കുറിച്ചുള്ള 2 ഹീറ്റ്സ് മത്സരങ്ങൾ കഴിയുമ്പോൾ ആനാരി പുത്തൻചുണ്ടനും ചമ്പക്കുളവും ഫൈനലിൽ ഉറപ്പിച്ചിരിക്കുന്നു. ഇനി അവരുടെ സമയമാണ് അറിയാനിരിക്കുന്നത്. ആ സമയത്തിൽ എത്ര വ്യത്യാസമുണ്ടെന്ന് കണക്കാക്കിക്കൊണ്ടായിരിക്കും അവസാനം വിജയിയെ നിശ്ചയിക്കുക. അതാണ് ഈ നെഹ്റു ട്രോഫിയുടെ പുതിയ രീതി എന്ന് പറയുന്നത്. മുൻകാലങ്ങളിലൊക്കെ ഓരോ ഹീറ്റ്സിലും മത്സരിച്ച